ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത് ഐ ഹാഡ് നോ ഗോൾസ്, നോ ഹെൽത്തി ബോഡി, നോ സ്ട്രക്ചേർഡ് ലൈഫ് സ്റ്റൈൽ. ഫുള്ള് ഈ പോണിൻ്റെ ഫുള്ള് ഡ്രഗ്സിൻ്റെ അതിന് ഫുള്ള് ഒരു അഡിക്റ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ട്രക്ചറില്ലാത്ത ലൈഫ് സ്റ്റൈലായിരുന്നു. ഞാനിപ്പോൾ ജീവിക്കുന്ന ഈ ലൈഫ് സ്റ്റൈൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫ്യൂച്ചർ ലൈഫിലേക്ക് എത്തിക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. ആഫ്റ്റർ ജോയിനിങ് ഹയർ എഡ്യൂക്കേഷൻ, അതായത് ഈ ഡിഗ്രി പ്രോഗ്രാമിന് ചേർന്നതിന് ശേഷം അത് റിയലൈസ്ഡ് ഇങ്ങനെ പഠന്നാൽ പോരാ, പാരൻസിനെ സപ്പോർട്ട് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചേഞ്ചസ് വേണം, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബോഡിയൊക്കെ വേണമെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു വർഷം മുന്നേ finally I started self improvement journey. So in this video I talk about how to reset your life even if you are a beginner. So അതിൽ ഇപ്പം നിങ്ങൾക്ക് പിന്നെ അറിയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷിർ. ഞാൻ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കാൻ വിട്ടുപോയ കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഹെൽത്ത്, പെർഫോമൻസ്, ഇങ്ങനത്തെ സംഭവങ്ങളെക്കുറിച്ചാണ് കണ്ടൻറ്റ് ഉണ്ടാക്കൽ. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അതിൽ ഫസ്റ്റ് തന്നെ പറയാൻ പോയെന്ന് വെച്ചാൽ അക്സെപ്റ്റ് വേർ ആർ യു ആർ ഇൻ യുവർ ലൈഫ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലിക്കാരൻ മേ ബി നിങ്ങൾ ചെയ്യണത്, ഇഷ്ടപ്പെടാത്തൊരു കോഴ്സേക്കാരൻ ചിലപ്പോൾ നിങ്ങൾ എടുത്തേക്കണത്, എടുത്തപ്പോൾ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും. ബട്ട് ഇപ്പം നിങ്ങൾ റിയലൈസ് ചെയ്തേക്കും, നിങ്ങളെ തോട്ട്സും നിങ്ങളെ മൈൻഡൊക്കെ മാറിയപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്തേക്കും എന്ത് ഈ കോഴ്സ് കൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഫ്യൂച്ചർ ലൈഫിലേക്ക് ഞാൻ ഉദ്ദേശിച്ച ലൈഫ് സ്റ്റൈലിലേക്ക് എത്തൂല. സോ നിങ്ങളിപ്പോൾ ആ റിഗ്രറ്റ് അടിച്ച് ആ ഒരു ട്രാപ്പിൽ എസ്കേപ്പിൽ ഇങ്ങനെ പെട്ടുപോയി കിട്ടും. സോ ഫസ്റ്റ് തന്നെ അക്സെപ്റ്റ് വേർ ആർ യു ആർ. അതായത് നമ്മൾ എന്ത് കോഴ്സ് എടുത്തതായാലും എന്ത് ജോലി ആയാലും അതിൽ അക്സെപ്റ്റ് ചെയ്യുക. കാരണം അന്ന് നമ്മളത് എടുക്കുമ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ആ സംഭവം ചൂസ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ അതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. കാരണം നമുക്ക് നമ്മളെ സൊസൈറ്റീനായാലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനായാലും പേരൻസിനായാലും നമ്മൾ ആരെ ബ്ലെയിം ചെയ്താലും നമുക്ക് കിട്ടേണ്ട ലൈഫേ കിട്ടുള്ളൂ. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എവിടെ നമ്മൾ എത്തിയത്. സോ രണ്ടാമത്തത് ഡിസൈഡ് വാട്ട് യു വാണ്ട് ഇൻ യുവർ ലൈഫ്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലും മേ ബി നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാവില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല, അതുപോലെ തന്നെ നേരെ മറിച്ച് നിങ്ങൾക്ക് ഉദ്ദേശിച്ചൊരു ജോലി ഉണ്ടാവില്ല. അങ്ങനെ സംഭവങ്ങൾ എന്താണ് നിങ്ങൾക്ക് വാണ്ട്, അതായത് വാൻസ് ഉണ്ടാവില്ല, ഡിസൈഡ് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിൽ വേണ്ട സംഭവങ്ങൾ എന്ത് ചെയ്യുക, അത് ഡിസൈഡ് ചെയ്യുക. ദെൻ സെറ്റ് ഗോൾസ്. അതായത് ഇപ്പോൾ ഒരു ആൾക്ക് ഡിസൈഡ് ചെയ്തു, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു, ആളെന്ത് ഫസ്റ്റ് വേർ ആർ യു ആർ, ആൾ എന്ത് ചെയ്തു, ആൾക്ക് ഇപ്പോൾ ഒരു ഫാറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു 20 ഏജുള്ള ഒരാൾ കരുതിക്കൊള്ളി. ഇപ്പോൾ ഒരു ചങ്ങായി ആൾക്കൊരു 20 വയസ്സുണ്ട്, ആളിപ്പോൾ വെയിറ്റ് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് ആൾ നല്ല ഫാറ്റഡ് ആയിട്ടുള്ള ആളാണ്. ആളിപ്പോൾ 130 കിലോഗ്രാം ഉണ്ട്, 130 കിലോഗ്രാം ഉണ്ട് മൂപ്പര്. ഏകദേശം ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 20 ഏജിലുള്ള ഒരാൾ മിനിമം ഒരു 70 to 85 kg വരെ മതി. സോ മൂപ്പര് 130 ഗ്രാം ഉണ്ട്. സോ മൂപ്പര് തീരുമാനിച്ചെന്ത് ഡിസൈഡ് ചെയ്തു, ബോഡി റെഡിയാക്കണം, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കണം എന്ന് മൂപ്പര് തീരുമാനിച്ചു. ദെൻ സെറ്റ് ടു ഗോൾ, അതായത് 2 വർഷത്തിനുള്ളിൽ എന്തായിരിക്കണം, ഈ ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കണം എന്ന് മൂപ്പര് തീരുമാനിച്ചു. സോ മൂന്നാമത്തെ എന്ത് ചെയ്യാം, ബിഗ് ഡ്രീം ആൻഡ് സ്റ്റാർട്ട് സ്മാൾ. അതായത് ഇതുവരെ ഇങ്ങനെ നമുക്ക് ലൈഫ് സ്റ്റൈലും ഒരു സ്ട്രക്ചേർഡും റൊട്ടീനും ഹാബിറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരാൾ പെട്ടെന്ന് ഈ വലിയ ചേഞ്ചസ് വരുത്തുന്നതിന് പകരം എന്ത് ചെയ്യാം, ബിഗ് ഡ്രീം. ഓക്കെ, ഡ്രീം ബിഗ് ആയാലും സ്റ്റാർട്ട് സ്മാൾ. നമ്മളെന്ത് സംഭവം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് തുടങ്ങുക. എന്ത് ചെയ്യുക, ഇപ്പം നാളെ മുതൽ നേരെ അടിച്ചാണ്ട് ജിമ്മിക്ക് പോകണമെങ്കിൽ പകരം എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ചെയ്യാത്ത ഹാബിറ്റ്സ് ചെറുതായിട്ട് സ്മാളായിട്ട് ഇങ്ങനെ തുടങ്ങുക. അതായത് ചെറിയ വാക്കിങ്ങിന്, ചെറിയ റണ്ണിങ്ങിന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം, പിന്നെ ഹോം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ജിമ്മിക്ക് പോവുക. സോ എന്ത് സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, സ്മാളായിട്ട് സ്റ്റാർട്ട് ചെയ്താണ്ട് അത് ബിഗ് ഡ്രീമിലേക്ക് വലിക്കുക. ലാസ്റ്റത്തെ സംഭവം എന്ത്, ടേക്ക് 1 റിസ്ക് അറ്റ് വൺസ്. അതായത് നമ്മളെല്ലാ സംഭവങ്ങളും ഒരു ഒറ്റയടിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം, അതായത് ഹെൽത്ത്, അതുപോലെ തന്നെ മണി, ഫിനാൻസ് കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, ഓരോ റിസ്ക്കുകൾ ഓരോ സമയത്ത് എടുക്കുക. ഇപ്പോൾ ഒരാൾ ഹെൽത്തിന് ഒരു സമയത്ത് ബെറ്റർ ആക്കുക, എന്നിട്ട് അതിനൊരു നമ്മളൊരു ആവറേജ് ലെവലിലേക്ക് എത്തുമല്ലോ, പിന്നെ നമുക്ക് അതിനെ മാനേജ് ചെയ്താൽ മതിയാവും. സോ ആ ലെവലിലേക്ക് എത്ര വരെ അതിന് മാത്രം നമ്മൾ പ്രയോറിറ്റിയും ഫോക്കസും കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ലാസ്റ്റ് പിന്നെ അടുത്ത നമ്മൾ റിസ്കിലേക്ക് പോവുക. പിന്നെ പിന്നെ ആൾക്ക് ജോലി ഉണ്ടാവില്ല, ആ സംഭവത്തേക്ക് പോവുക. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു. സീ യു ഇൻ ദി അനദർ വീഡിയോ.